നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. റയൽ മാഡ്രിഡിൽ ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ലിവർപൂളിനെതിരെ അദ്ദേഹം ഒരു പെനാൽറ്റി പാഴാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന വിമർശനങ്ങളുടെ എണ്ണം ഇരട്ടിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ മുൻ ഫ്രഞ്ച് താരമായിരുന്ന ബക്കാരി സാഗ്ന ഇക്കാര്യത്തിൽ എംബാപ്പയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡിൽ വന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നും പിന്നീട് അദ്ദേഹം ട്രാക്കിലേക്കായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വഴി എംബാപ്പെ തുടരണമെന്നും അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. മുൻ ഫ്രഞ്ച് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബാപ്പയുടെ റയൽ മാഡ്രിഡ് കരിയർ സക്സസ് ആവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ ഒന്നുമില്ല. എല്ലാവരും കരുതുന്നത് വന്ന ഉടനെ തന്നെ എംബാപ്പെ എല്ലാ റെക്കോർഡുകളും തകർക്കും എന്നാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിൽ വന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ക്രിസ്ത്യാനോക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. റയലിലെ പല ഇതിഹാസങ്ങൾക്കും തുടക്കം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ അവരെല്ലാം ക്ഷമയോടുകൂടി കാത്തിരുന്നു, ഇതിഹാസങ്ങളായി മാറി. എംബാപ്പെ ഇക്കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാതൃകയാക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരണം, എന്നാൽ റയൽ മാഡ്രിഡിൽ സക്സസ് ആവാൻ അദ്ദേഹത്തിന് കഴിയും. ഇതാണ് മുൻ ഫ്രഞ്ച് താരം പറഞ്ഞിട്ടുള്ളത്. എംബാപ്പെ കേവലം 8 ഗോളുകൾ മാത്രമാണ് ഈ സീസണിൽ നേടിയിട്ടുള്ളത്. അതിൽ 3 ഗോളുകളും പെനാൽറ്റി ഗോളുകളായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ 3 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എംബാപ്പയ്ക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.